ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞങ്ങളെ ഡിന്നറിൻ്റെ കോംബോ ആണ് കാണിക്കുന്നത്. അപ്പോൾ രാത്രിക്കത്തെ ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഇത് സ്പെഷ്യലാണ്. ഇതെൻ്റെ മോള് ലിയാന വന്നിട്ടുണ്ട്. ഒക്കെ ഒരു മാസം ലീവാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. BBA ഇപ്പോൾ സെക്കൻഡ് ഇയർ തുടങ്ങുന്നതിന് മുന്നേ ഒരു മാസം ലീവ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിയതാണ്. ഓള് വന്നതുകൊണ്ട് ഓൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇപ്പോൾ ഉണ്ടാക്കൽ. ഇപ്പോൾ വന്നിട്ടിപ്പോൾ 5-6 ദിവസമായി കേട്ടോ. അപ്പം ഓൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ബട്ടൂരയും ചിക്കൻ കറി എന്ന് പറയുന്നത്. ഓളെ ഇഷ്ടപ്പെട്ടൊരു കറിയുണ്ട്. ഈ ഒരു ബട്ടൂരൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് തീരെ എണ്ണയൊന്നും കുടിക്കാത്തൊരു ബട്ടൂരാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു കറി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ എൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇത് മയോണൈസ് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ മയോണൈസ് ചിക്കൻ കറിയും ഈ ഒരു എണ്ണ കുടിക്കാത്ത ബട്ടൂരയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ബട്ടൂരൻ്റെ പൊടി നമുക്ക് ആദ്യം കുഴച്ച് വെക്കാം കേട്ടോ. അപ്പം 4 കപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള കപ്പ് എന്ന് പറയുന്നത് മെഷറിംഗ് കപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം 4 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. മൈദയിൽ തന്നെ ഉണ്ടാക്കണേ, അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടിയ പഞ്ചസാരയാണ്. പഞ്ചസാര ബട്ടൂരയിൽ എപ്പോഴും കുറച്ച് അധികം പഞ്ചസാര ചേർക്കണം എന്നാണ്. കുറച്ച് മധുരം ഉണ്ടാവണം. പക്ഷേ ചില ആൾക്കാർക്ക് മധുരം ഇഷ്ടമില്ലാത്തതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചൊരു മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ. ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഈസ്റ്റ് ഞാൻ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ളത് മെഷറിംഗ് സ്പൂണാണ്, 1 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കി നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കുന്നത് ഈ ഒരു മെഷീനിലാണ്. അതുകൊണ്ടാണ് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് തൈരാണ്. പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കണം. പുളിയുള്ള തൈര് ചേർക്കാൻ പാടില്ല. കാരണം ഈസ്റ്റും പുളിയുള്ള തൈരും കൂടെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് പുളിയില്ലാത്ത തൈര് ചേർക്കണം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ഒരു മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഉപ്പില്ലാത്ത ബട്ടർ. നല്ല സോഫ്റ്റ് ആയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഞാൻ. 1 ടേബിൾ സ്പൂണാണ് ബട്ടർ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ 1 ടേബിൾ സ്പൂൺ. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഇടുമ്പോഴാണ് ബട്ടൂരൊക്കെ നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. മാക്സിമം ബട്ടർ തന്നെ ചേർക്കാൻ നോക്കുക. എന്നിട്ട് ഇത് മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലോണം ഒന്ന് യോജിപ്പിക്കുക കേട്ടോ. അത് യോജിച്ചതിന് ശേഷം ഞാനിപ്പോൾ 1 കപ്പ് പാല് ഇളം ചൂടാക്കി വെച്ച പാലാണത്. നേരിയ ചൂട് കേട്ടോ. നേരിയ ചൂടിലുള്ള പാലാണ്. അപ്പോൾ അത് 1 കപ്പാണ് ഞാൻ എടുത്ത് വെച്ചത്. അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാലിന് നമുക്കൊരു കറക്റ്റ് അളവ് പറയാൻ വേണ്ടി പറ്റൂല. ഓരോരുത്തരും എടുക്കുന്ന പൊടിക്ക് അനുസരിച്ച് പാലിൻ്റെ അളവിൽ മാറ്റം വരും. അപ്പോൾ അത് നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നോക്കിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ഫുള്ള് എടുത്തിട്ട് മതിയായില്ല. ഒരു 1/4 കപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ മൊത്തം ചിലവായത് 1/4 കപ്പാണ് കേട്ടോ. 1/4 കപ്പാണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ 1/4 കപ്പാണ് എനിക്ക് റെഡിയായത്. പിന്നെ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ലൂസായി പോകാൻ പാടില്ല. നമ്മൾ പൂരിക്ക് കുഴച്ചെടുക്കുന്ന ഒരു പാകമില്ല, കുറച്ച് കട്ടിയിലല്ല നമ്മൾ പൂരിക്ക് കുഴച്ചെടുക്കുക. കാരണം എന്താ, നമ്മൾ എണ്ണ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിലാണ് പൂരിക്ക് കുഴച്ചെടുക്കുക. അപ്പോൾ ആ ഒരു പാകത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിൻ്റെ പാകമല്ല, പൂരിൻ്റെ പാകം. അപ്പോൾ നന്നായിട്ട് ഹാർഡായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴയും വേണം, എന്നാൽ നല്ല ഹാർഡായിരിക്കുകയും വേണം. ആ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ അങ്ങ് സോഫ്റ്റ് ആയിക്കോളൂ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നല്ല ഹാർഡായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം കണ്ടില്ലേ, തീരെ വെള്ളം അധികം ആവാൻ പാടില്ല. ഈ ഒരു പാകത്തിലായിരിക്കണം കേട്ടോ. നല്ലോണം കുഴയണം, എന്നാലും നല്ല കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാവേണ്ടത്. ഇതിങ്ങനെ ഒട്ടി നോക്കിയാൽ കണ്ടോ, നല്ല സോഫ്റ്റ് തന്നെയാണ്, പക്ഷെ തീരെ വെള്ളം അധികമായി പോകാൻ പാടില്ല. ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതിനി നമുക്കിവിടെ മൂടിയിട്ട് വെച്ച് കൊടുക്കുക 1 മണിക്കൂർ കേട്ടോ. 1 മണിക്കൂറാണ് നമ്മളിത് പൊങ്ങാൻ വേണ്ടി വെക്കേണ്ടത്. ഈസ്റ്റ് ചേർക്കുന്ന സാധനം ആയതുകൊണ്ട് 1 മണിക്കൂറിൻ്റെ മേലെ ഒന്നും വെക്കാൻ പാടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പുളി രസം കൂടി വരും 1 മണിക്കൂറിൻ്റെ മേലെ വെക്കുന്ന സമയത്ത്. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ തന്നെ മതി. അപ്പോൾ അത് നന്നായിട്ട് ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് 1 മണിക്കൂർ വെക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കാണ്. ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കറിക്ക് ബട്ടർ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരിക കേട്ടോ. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ ചേർത്താലേ ഈ ഒരു ബട്ടർ കരിയാണ്ട് കിട്ടുകയുള്ളൂ. ബട്ടറിൻ്റെ പൂർണ്ണമായിട്ട് നമുക്ക് ഫ്ലേവർ വരണമെങ്കിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. കറി കിടന്നിട്ട് ബട്ടർ കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഓയിലുമാണ് ഞാൻ ചേർത്തത്. ഇതിലേക്ക് ഒരു 2 വലിയ ഉള്ളി, ഒരു വലിയെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. ഞാനത് ചോപ്പറിൽ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിൽ ഇട്ടതാണ്. 2 ഉള്ളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടെടുക്കരുത്, ഇങ്ങനെ തന്നെ അരിഞ്ഞിട്ടെടുക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിന് കളറൊന്നും മാറണ്ട, പക്ഷെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഈ കറിക്ക് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നേരെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഈ ഉള്ളി ഒന്ന് വാടട്ടെ, നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൻ്റെ കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആയി കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തതാണിത്. അപ്പോൾ അളവ് എന്ന് പറയുന്നത് 6 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 5 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത്. അത് മൊത്തത്തിലൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ പേസ്റ്റ് ചേർക്കണേക്കാട്ടും ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ. പിന്നെ പച്ചമുളക് നീളത്തിൽ കീറിയിടണ്ട, കാരണം ഈ ഒരു കറിയിൽ നമുക്ക് ഫുള്ള് സോസ് പോലാണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാനൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് ചതച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചച്ചായ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 2 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റായി വരിക. അപ്പോൾ ഇത് കണ്ട നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി. അതേപോലെ തന്നെ നമ്മൾ ഇട്ട ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി വാടി. അതേപോലെ തന്നെ ആ ഒരു ഉള്ളിയൊക്കെ തെളിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നാണ്ടില്ലേ. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ എന്ന് പറയുന്നത് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് നമ്മളെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. 2 തരത്തിലുള്ള ജീരകത്തിൻ്റെ പൊടിയാണ് ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഇത് നമ്മളെ ഗരം മസാല ആണ്, അത് 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്, അതും 1 ടീസ്പൂൺ. ഇത്രയാണ് ഇതിൽ പൊടികൾ ആവശ്യമുള്ളൂ. മുളക് പൊടിയോ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് ഈ ഒരു കറി. കാരണം ഈ ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് നമ്മളെ ശരീരത്തിന് ഗ്യാസ് ട്രബിൾ വരുന്നതും, അതേപോലെ തന്നെ ഈ നെഞ്ചിരിച്ചിൽ മറ്റേ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളില്ല, തിന്നാലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ വരുന്നത് നമ്മളെ സ്പൈസസ് ആണ്. അപ്പോൾ അതില്ല, ഇത് നല്ല ജീരകത്തിൻ്റെ പൊടികൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് 800 ഗ്രാം ചിക്കനാണ്. ഇത് 1 കിലോ അല്ല കേട്ടോ, 800 ഗ്രാമാണ് ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു കറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. ഒറ്റ തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു ചിക്കൻ ഈ ഒരു നമ്മൾ വാട്ടി വെച്ച ഈ മസാല കിടന്നിട്ട് വെന്ത് വരണം. അപ്പോൾ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ചിക്കന് വേണ്ടിയ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കാര്യം ഞാനൊന്ന് പറയട്ടെ. ഞാനിത് ഫസ്റ്റ് ട്രൈ ചെയ്ത സമയത്ത് ഉപ്പ് അധികമായി പോയിന് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ കറിക്ക് വേണ്ടി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് വരാനുണ്ട്, മയോണൈസ്. അപ്പോൾ മയോണൈസിൽ ഓൾറെഡി ഉപ്പുള്ള സാധനമാണ്. അപ്പോൾ അതും കൂടെ ചേർക്കണ സമയത്ത് വല്ലാണ്ട് ഉപ്പായി പോയി. അപ്പോൾ ഞാൻ അന്ന് ഉണ്ടാക്കിയ സമയത്ത് പിന്നെ ഇതിൽ ആദ്യം കറിക്ക് വേണ്ടി ഉപ്പ് കറക്റ്റായിട്ട് ഇടുകയും ചെയ്ത്, പിന്നെ മയോണൈസും കൂടി ഇട്ട സമയത്ത് നല്ല ഉപ്പായി പോയിനും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഉപ്പ് ലേശം കുറച്ചിട്ടാണ് ഈ ഒരു കറിക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് അതും കൂടെ വരുന്ന സമയത്ത് കറക്റ്റ് ആവും. ഇപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് പൊത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയില്ല അങ്ങനെ പൊത്തി വെച്ച് കൊടുക്കുക, അങ്ങനെ പൊത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടോ നന്നായിട്ട് അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ സിമ്മിലാക്കി വെക്കുക, സിമ്മിലാക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് 10 മിനിറ്റാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അവിടെ നിന്ന് ആവട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറക്കണം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചിക്കൻ കണ്ടോ. അപ്പോൾ 5 മിനിറ്റ് ആ എണ്ണയൊക്കെ തെളിഞ്ഞാണ്ടില്ല. നമ്മൾ തീരെ വെള്ളം ചേർക്കരുത്, ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിം ആക്കുകയും ചെയ്യരുത്, ചെറിയ തീയിൽ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ എന്നുവെച്ചാൽ ഈ എണ്ണ കിടന്നിട്ടാണല്ലോ ഇത് വേവണത്. അതുകൊണ്ട് തന്നെ ഒരു പൊരിഞ്ഞ ഒരു ചിക്കൻ്റെ ടേസ്റ്റും കൂടിയാണ് ഇതിന് വരിക. ഇനിയിപ്പോൾ അത് ഞാനിപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഉപ്പിടുന്ന സമയത്ത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് രണ്ടാമത്തെ ഭാഗവും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്മിൽ തന്നെയാണ് ഇപ്പോഴും തീയുള്ളത്. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ കഴിയട്ടെ കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തതാണിത്. ഞാനിപ്പോൾ തുറന്നിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ലോണം ചിക്കനൊക്കെ വെന്തുകയും ചെയ്തിട്ടുണ്ട്. നല്ലോണം വേവണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തുണ്ട് ചിക്കനൊക്കെ, സൂപ്പറാണ്. ഈ ഒരു കറി കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ തീരെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രേവിയാണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കിയാലാണ് ഈ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ മയോണൈസ് ചിക്കൻ ഏകദേശം റെഡിയായി. ഇതിപ്പോൾ കണ്ടില്ല തീ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ചൂട് തന്നെയാണ് ഉള്ളത്.
ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒറിജിനൽ എന്നാണ് പറയുന്നത്, ഞാനത് വായിച്ചതാണ്. മയോണൈസാണ്, ഞാൻ റെഡിമെയ്ഡ് മയോണൈസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മയോണൈസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസാണ് നിങ്ങൾ ചേർക്കണമെങ്കിൽ അതിൽ ഗാർലിക് ചേർക്കാണ്ട് ഉണ്ടാക്കുക കേട്ടോ. വെളുത്തുള്ളിൻ്റെ ഫ്ലേവറുള്ള മയോണൈസിൽ ചേർക്കരുത്. വെളുത്തുള്ളി ഇല്ലാണ്ട് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത മയോണൈസ് ആയിരിക്കണം ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസാണ് ഞാനിപ്പോൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് ഈ ഒരു ഇളം ചൂട് കറിക്ക് ഉണ്ടല്ലോ, ആ ഒരു ചെറിയ ചൂടുണ്ട്, അതിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളപ്പിക്കാൻ പോവണ്ട, അതാണ് ഞാൻ തീ ഓഫ് ചെയ്തത്. ഈ മയോണൈസ് ഇട്ടതിന് ശേഷം തിളപ്പിക്കണ്ട, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് രണ്ടാമത്തെ ടിപ്പാണ്. ഒന്ന് ഉപ്പിൻ്റെ കാര്യം, പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഗാർലിക് ചേർത്തിട്ടുള്ള മയോണൈസ് ഈ ഒരു കറിയിൽ ചേർക്കരുത്. അപ്പം മൊത്തത്തിൽ ഫ്ലേവർ അങ്ങ് മാറുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ മയോണൈസ് തന്നെ ചേർക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റെഡിമെയ്ഡ് മയോണൈസ് എടുത്തത്. അപ്പോൾ നമ്മളെ മയോണൈസും ചേർത്തിട്ട് ഈ ഒരു കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ മയോണൈസ് ചിക്കൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാവേണ്ടത് കേട്ടോ. ഇതിലിപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ല, തീരെ വെള്ളം ചേർക്കാണ്ട് ഉണ്ടാക്കിയ കറിയാണിത്. എന്നാൽ നമുക്ക് ആവശ്യത്തിന് എല്ലാ ഗ്രേവിയും ഇതിൽ വരികയും ചെയ്യും. ഇത് കണ്ടില്ലേ, ഈ ഒരു ഗ്രേവി അത്യാവശ്യത്തിന് ഉണ്ടാനും. ഇങ്ങനെയാണ് ഈ ഒരു കറി ഉണ്ടാവുക. അപ്പോൾ ഇത് ബട്ടൂരക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കുക, എന്നാലും ബട്ടൂരക്കാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. അല്ലെങ്കിൽ നാന്, തന്തൂരി റൊട്ടി, ഇതിനൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സാധാരണ നമ്മൾ പത്തിരിക്കൊന്നും ഇതങ്ങനെ അങ്ങോട്ട് മാച്ചാവില്ല. ഇങ്ങനത്തെ സാധനങ്ങൾക്കാണ് നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ കറി അവിടെ റെഡി ആയത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബട്ടൂരിൻ്റെ പണിയിലേക്ക് പോവാം. അപ്പോൾ അത് ഏകദേശം 1 മണിക്കൂർ ഫുള്ളായിട്ടില്ല, എന്നാലും ഒരു ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പൊടി കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഹാർഡായിട്ട് കുഴച്ചതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങ് പൊന്തിയൊന്നും വരൂല കേട്ടോ. ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. എന്നാലിത് പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മതി കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ല എയറൊക്കെ കടന്നിട്ടുള്ള നല്ല പൊടി തന്നെയാണിത് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് ഇതുണ്ടാവുക. ഇനി ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരു ചപ്പാത്തിനെക്കാട്ടും വലുപ്പത്തിലുള്ള ഉരുളാക്കി എടുക്കുക. കാരണം ഇത് മുറിച്ചിട്ട് 4 ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പൊരിക്കാൻ വേണ്ടി പോണത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചപ്പാത്തിനെക്കാട്ടിലും ഒരിത്തിരി വലുപ്പത്തിൽ അധികത്തിൽ ഉരുട്ടി വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക. മൊത്തം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം പരത്താൻ നിന്നാൽ മതി. എന്നാൽ പിന്നെ വേഗം പണി കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയ മൊത്തമാണ് ഇട്ടത്. ഇത് മൊത്തത്തിൽ ഞാനിപ്പോൾ ഒന്ന് ഉരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിൻ്റെ പാകത്തിൽ നേരിയതാക്കി പരത്തരുത്. കുറച്ച് പൂരിനെക്കാട്ടിലും കുറച്ച് തടിയിലാണ് നമ്മളിത് പരത്തിയെടുക്കുക കേട്ടോ. പൂരിനെക്കാട്ടിലും കുറച്ചും കൂടെ തടിയിൽ. പൂരി ചില ആൾക്കാരൊക്കെ വല്ലാണ്ട് നേരിയതാക്കിയിട്ട് പരത്തണ ഞാൻ കാണല്ലോ. പൂരി ഒരിക്കലും നേരിയതാക്കി പരത്താൻ പാടില്ല കേട്ടോ. പൂരി കുറച്ച് തടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, പൂരിനെക്കാട്ടും കുറച്ചും കൂടെ തടിയുണ്ട്. ഈ ഒരു തടിയിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയത്. ബട്ടൂര കുറച്ച് തടിയിൽ പരത്തിയിട്ടേ ഉണ്ടാക്കാവൂ കേട്ടോ. എന്നാലാണ് നല്ല സോഫ്റ്റ് ആവുക. ഇതിനിപ്പോൾ ഞാൻ 4 ആക്കി മുറിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ ചെറിയ പൂരി പോലെ പരത്തിയിട്ട് അങ്ങനെയും പരത്താട്ടോ. ഞാനിപ്പോൾ പണി പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് 4 ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു തടി കണ്ടില്ലേ, ഈ ഒരു തടിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ബട്ടൂര എടുത്തത്. എന്നിട്ട് ഇത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക. എല്ലാം പരത്തി കഴിഞ്ഞിട്ട് പൊരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം പരത്തി വെച്ചത് പൊരിച്ചാൽ മതി. ലാസ്റ്റ് വെച്ചത് ലാസ്റ്റിലേക്ക് വെക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പഫാവും. അപ്പോൾ അത് അങ്ങനെ ആക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായി വരും. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാനിപ്പോൾ ഒന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തത് ഞാൻ ഒന്നിട്ടിട്ട് കാണിച്ചു തരാം. ഒന്ന് ഇളക്കാനൊന്നും പോകണ്ട കേട്ടോ, അത് താനേ പൊന്തി വന്നോളും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂരാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തുള്ളി എണ്ണ പോലും ഇതിൽ കുടിക്കൂല കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെ പഫ് ചെയ്ത് വന്നതുണ്ടല്ലോ, നിങ്ങൾ എത്ര നേരം വരെ ഇത് വെച്ചാലും പിറ്റേന്നേക്ക് വെച്ചാലും ഇതിങ്ങനെ തന്നെ നിൽക്കും. ഈ ഒരു പഫ് ചെയ്ത് പൊന്തി വന്നത് ഒരിക്കലും താന്നു പോകില്ല കേട്ടോ. പിറ്റേന്ന് നോക്കിയാലും ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ചൂടാറിയാലും ചൂടോട് കൂടിയൊക്കെ ടേസ്റ്റിൽ തിന്നാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഫസ്റ്റത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കലെന്ന് വെച്ചാൽ 4 എണ്ണം ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ പൊരിക്കൽ. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് കഴിയും. അപ്പോൾ വേഗം പണി കഴിയുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ 4 എണ്ണം ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പൊന്തി വന്നോളും. വേഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഞാനിങ്ങനെയാണ് എടുക്കൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേഗം പണി കഴിയുമല്ലോ. അപ്പോൾ 4 എണ്ണമൊക്കെ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി എളുപ്പത്തിലുള്ള ചട്ടി എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ വേഗം കഴിയും. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, ഈ പൊന്തി വന്നതൊന്നും താന്നു പോകില്ല കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് നിങ്ങൾ എടുത്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ തീരെ ഒരു തുള്ളി പോലും എണ്ണയിൽ കുടിക്കുകയില്ല. അപ്പോൾ അതേ 4 എണ്ണം ഉണ്ടാക്കുന്നത് കാണിച്ചു. ഇപ്പോൾ അത് ആ അളവിലുള്ള മൊത്തം ഞാൻ പൊരിച്ചെടുത്തതാണ് കേട്ടോ. ആ 4 കപ്പ് പൊടിൻ്റെ അളവിൽ ഞാനെടുത്ത ബട്ടൂരാണിത്. ഇതിപ്പോൾ കണ്ട ഞാൻ മേലെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല, ഒരൊറ്റൊന്നു പോലും പൊന്തിയത് താന്നു പോയില്ല. അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇതുള്ളത് കേട്ടോ. ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചൂടാറിയതാണെന്നുള്ളത്. നല്ലോണം തണിഞ്ഞതിൻ്റെ ശേഷമാണിത്. ഇപ്പോൾ ഞാൻ ആ കറിയും നടുവിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. ആ ഒരു കറീൻ്റെ ലുക്ക് കണ്ടില്ലേ, സൂപ്പറാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറിയിലേക്ക് ഇനി വേറെ മല്ലിച്ചപ്പോ ഇതൊന്നും ഇട്ടെടുക്കണ്ടില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ, നല്ലോണം ചൂടാറിയതാണ്. ചൂടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുക പോകണം നിങ്ങൾ കാണും. ഇത് കണ്ടോ,
ചൂടാറിയ ബട്ടൂരാണിത്. പിന്നെ ഞാൻ തൊടുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ കയ്യിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു തുള്ളി എണ്ണ പോലും എൻ്റെ കയ്യിലൊന്നും ആവണില്ല. അപ്പം അത്രയും എന്താ പറയുക, എണ്ണ കുടിക്കാത്ത ഒരു ബട്ടൂരാണിത്. നല്ല സോഫ്റ്റാണ്. ഞാൻ മുറിച്ചിട്ട് വെച്ചിട്ട് നിങ്ങൾ കാണുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഈ ഒരു കറിൻ്റെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ കാണിച്ചത്. സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എണ്ണ പൊരിച്ചിട്ട് എണ്ണ കുടിക്കുന്നതുകൊണ്ട് ഉണ്ടാക്കാണ്ട് വെക്കുന്ന ഐറ്റമായിരിക്കും ഈ ഒരു ബട്ടൂര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. ഇൻഷാല്ലാ നല്ലൊരു അടിപൊളി എപ്പിസോഡിൽ അടുത്തതിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.